സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അമർ കർക്കിടാങ്കുന്നിനെയാണ് സ്കൈ സ്പെഷ്യൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നാടകം, കഥ, കവിത എന്നീ മേഖലകളിൽ തന്റേതായ ലോകം തീർത്ത് നാടിന് തന്നെ മാതൃകയായ ഈ പ്രതിഭ വാർദ്ധക്യത്തിലും തളരാതെ കലയെ നെഞ്ചേറ്റുകയാണ്. നിരവധി നാടകം, മാപ്പിളപ്പാട്ട്, കവിത, കഥാപ്രസംഗം എന്നിവ രചിച്ചിട്ടുള്ള അമർ കർക്കിടാങ്കുന്ന് നാടക സംവിധായകൻ, നടൻ എന്നിവയിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ നിരവധി നാടകങ്ങൾ ആകാശവാണിയിലെ യുവവാണിയിൽ അവതരിപ്പിക്കുകയും സംപ്രേഷണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തന്റെ 18-ാം വയസ്സിൽ ആദ്യമായി എഴുതി അഭിനയിച്ച ഭ്രാന്താലയം എന്ന നാടകം കർക്കിടാങ്കുന്ന് യുവജന വായനശാലയാണ് ആദ്യമായി അവതരിപ്പിച്ചത്. 1997 മണ്ണാർക്കാട് ഒഡീസിയിൽ അവതരിപ്പിച്ച പിതൃതർപ്പണം എന്ന നാടകത്തിലാണ് അമർ അവസാനമായി അഭിനയിച്ചത്. യാത്ര, സ്പിരിറ്റ്, തർപ്പണം, തുറന്നിട്ട ജനാലകൾ, മരുപ്പച്ച, കഴുകന്മാർ തുടങ്ങിയ നിരവധി നാടകങ്ങളും, അപ്പു, സൂര്യകുമാരി, കുലദ്രോഹി, അമ്മ, ഈറൻ സന്ധ്യകൾ തുടങ്ങിയ കഥാപ്രസംഗങ്ങളും, വ്യാസന്റെ ദുഃഖം, ശംഭുകൻ, സംഭവാണി, വാണിക്കാള, എൻ്റെ നാട് തുടങ്ങിയ കവിതകളും അമർ കർക്കിടാങ്കുന്നിന്റെ സൃഷ്ടികളാണ്. ആനമങ്ങാടൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് അമർ കർക്കിടാങ്കുന്ന്. കർക്കിടാങ്കുന്ന് AM UP സ്കൂളിലും വെട്ടത്തൂർ UP സ്കൂളിലും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ അമർ മേലാറ്റൂർ RMHS സ്കൂളിലും തുടർന്ന് TTC പൂർത്തിയാക്കുകയും ചെയ്തു. ഇതിനുശേഷം കുളപ്പറമ്പ് AMLP സ്കൂളിൽ 1966 അധ്യാപകനായി ജോലിയിൽ കയറി. പിന്നീട് 1968 അദ്ദേഹം സ്കൂളിന്റെ പ്രധാന അധ്യാപകനായി ചുമതലയേൽക്കുകയും 1998 സർവീസിൽ നിന്ന് പിരിയുകയും ചെയ്തു. ഇപ്പോൾ വാതരോഗങ്ങൾക്ക് അടിമപ്പെട്ട് അമർ കർക്കിടാങ്കുന്ന് ചികിത്സയിലാണ്. വളരെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ കലാപരികളും വാർഷികങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഈ നാടകങ്ങൾ അതിനൊരു പ്രത്യേക താല്പര്യം കുട്ടിക്കാലത്തുണ്ട്. പിന്നെ അതിലുള്ള ഒരു സാഫല്യം സംഭവിക്കുന്നത് പിന്നെ കർക്കിടാങ്കുന്ന് വായനശാലയുടെ പ്രവർത്തനത്തിൽ സ്കൂളിലൊക്കെ സർവീസിൽ കയറി അതിനുശേഷം വായനശാലയായിട്ടുള്ള ബന്ധവും പ്രവർത്തനമൊക്കെ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ശേഷം ഫസ്റ്റിൽ അശ്വമേധം എന്നുള്ള നാടകം PS നമ്പൂരിയുടെ അതിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഇനിയെത്ര വേഷമുണ്ടണിയുവാൻ, ഇനിയെത്ര രാവുണ്ട്, പകലുണ്ട് കലിയായി കലിതുള്ളുവാൻ, അറിയാതെ അധിപനേറ്റുവാങ്ങിയ ശാപത്തിൻ്റെ ഒരു തുടം കണ്ണീരുമായെത്തി ത്രേതായുഗത്തിൽ ദശരഥരാജധാനിക്കുരോമാഞ്ചമായി.